നാലാമത് കേരള പ്രീമിയർ ലീഗിൽ KSCB കിരീടം ചൂടിയപ്പോൾ അതിൽ നിർണായകമായത് ജോബി ജസ്റ്റിൻ്റെ ബൂട്ടുകളായിരുന്നു. KSCBയുടെയും ഒപ്പം തന്നെ കേരള ടീമിൻ്റെയും വലിയ പ്രതീക്ഷയായി വളരുന്ന യുവതാരം ജോബി ജസ്റ്റിനാണ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു FC തൃശ്ശൂരുമായുള്ളൊരു ഫൈനൽ പോരാട്ടം? ആദ്യമേ ഞങ്ങൾ KPL ടൈറ്റിൽ വിന്നേഴ്സ് ആയതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും, പിന്നെ ഞങ്ങളുടെ മാനേജ്മെൻറ്റ്, ഞങ്ങളുടെ പ്ലേയേഴ്സ്, ഞങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. FC തൃശ്ശൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫൈനൽ എതിരാളികൾ തുടക്കം മുതൽ ഈ ടൂർണമെൻറ്റിൽ ഏകദേശം എല്ലാ ടീം SBT, KCB എന്നീ ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകളെ തോൽപ്പിക്കുകയും ടീമിൽ ടൂർണമെൻറ്റിൽ ഉടനീളം പേരെടുത്ത ഒരു ടീമാണ് FC തൃശ്ശൂർ. യങ്സ്റ്റേഴ്സിനെ കൊണ്ട് അവർ ഇത്രയും ഫൈനൽ വരെ എത്തി. അത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു ഞങ്ങൾ ഭീഷണിയായിട്ടുണ്ടായിരുന്നത്. പിന്നെ KCBനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ് പ്ലേയേഴ്സാണ് ഏകദേശം എല്ലാ പ്ലേയേഴ്സും. സീനിയർ പ്ലേയേഴ്സായ കെനി റൂഫ് ഞങ്ങൾ സെൻട്രൽ ഏകദേശം 90 മിനിറ്റും ഉടനീളം കളിക്കുകയുണ്ടായി. എടുത്തു പറയേണ്ട ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ നെൽസണിനൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷ് ട്രോഫി കളിക്കുകയും നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും ഇൻസ്പയറിങ് ആയ ഒരു പ്ലെയറൊക്കെ വിജയേട്ടൻ്റെ അവിടെയും ആ സമയത്ത് സന്തോഷ് ട്രോഫി ക്യാപ്റ്റനൊക്കെ ആയിരിക്കുകയും ചെയ്ത നെൽസൺ. ഇവരുടെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ഞങ്ങളുടെ ഭാഗത്തും. അപ്പം ഫൈനലെന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ കാണികൾക്ക് നല്ല കാണികളുണ്ടായിരുന്നു. തൃശ്ശൂർ അവർ ഹോം ടീം എന്നുള്ള രീതിയിലല്ലായിരുന്നു കാണികളുടെ. അവർ ആർക്കും സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ അവർ ഫൈനലിൽ നല്ല രീതിയിൽ അവർ കളി കാണുകയുണ്ടായെന്ന് തോന്നുന്നു. അത് തന്നെ സ്കോറിൽ കൂടെ നമുക്കറിയാം 4-2 കളി അത്രത്തോളം ആവശ്യകരമായിരുന്നു. 11 വർഷങ്ങൾക്ക് ശേഷമാണ് KSCB ഒരു മേജർ ടൂർണമെൻറ്റ് വിൻ ചെയ്യുന്നത്. അപ്പോൾ കോച്ചിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെയൊക്കെ ഒരു സന്തോഷം എത്രത്തോളമായിരുന്നു? കോച്ച് എന്താ പറഞ്ഞത് മത്സരത്തിന് ശേഷം? കോച്ച് ഈ ടൂർണമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ടീമിനുള്ളിൽ കുറച്ച് നമ്മൾ ക്ലബ് ചാമ്പ്യൻഷിപ്പ് ആദ്യം തോൽക്കുകയുണ്ടായി. അത് ടീമിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവുകയും നമ്മൾ കോച്ചിനെ മാറ്റുകയുണ്ടായി. അപ്പം പുതിയൊരു കോച്ച് വന്ന് ഈ KPL എന്ന് പറഞ്ഞാൽ ഇത്ര നല്ലൊരു ടൂർണമെൻറ്റ് ഹോം രീതിയിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കോച്ചിൻ്റെ കീഴിൽ എങ്ങനെ ആകുമെന്ന് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത്. പിന്നെ കോച്ചിനെ പറയുകയാണെങ്കിൽ കോച്ച് പഴയ KCBയുടെ പ്ലെയറായിരുന്നു. പുള്ളി എന്ന് പറയുന്ന യങ്സ്റ്റർ മോഡലാണ് കോച്ചുകളുടെ പ്രായം അനുസരിച്ച്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു പുള്ളി. ഞങ്ങളെപ്പോലെയുള്ള പ്ലെയേഴ്സിന് കൂടുതൽ എക്സ്പീരിയൻസ് ആണ്. ഒരു 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻറ്റ്. അപ്പോൾ ആ 2 മാസം ഇപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നവംബറിൽ ഒരു ഫുട്ബോളിലോട്ട് ഇറങ്ങിയാണ് ക്യാമ്പ്, സന്തോഷ് ട്രോഫി ക്യാമ്പ്. അത് കഴിഞ്ഞ് വലിയ ഗ്യാപ്പൊന്നും വന്നില്ല. അതിനുള്ള ഈ KPL ടൂറിന് അപ്പോൾ ഫുൾ ടൈം ഫുട്ബോൾ തന്നെയായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഇതിനെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഈ KPL-ലായാലും KCBയെ കിരീടത്തിലെത്തിക്കുന്നതിൽ നിർണായ പങ്കുവഹിച്ചു. വ്യക്തിപരമായിട്ട് എത്രത്തോളം സന്തോഷം നൽകുന്നുണ്ട് ഈ ഒരു സീസണ്? എങ്ങനെയാണ് ജോബി വിലയിരുത്തുന്നത്? ഈ ഒരു സീസൺ തുടങ്ങുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ എനിക്ക് കുറേ പറയാനായിട്ട് കുറേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം സന്തോഷ് ട്രോഫി നാഷണൽ ഗെയിംസ് എന്ന് പറഞ്ഞ സമയത്ത് സന്തോഷ് ട്രോഫി കളിക്കുകയും ഫസ്റ്റ് റൗണ്ട് കളിക്കുകയും നാഷണൽ ഗെയിംസിൻ്റെ സമയത്ത് ഒരു ഇഞ്ചുറി ഉണ്ടാവുകയും ചെയ്തു. ഒരു ആംഗിൾ ലിഗമെൻറ്റ് ACL ഇഞ്ചുറി ഉണ്ടായി. അപ്പം ACL കുറിച്ച് പറയുകയാണെങ്കിൽ ലിഗമെൻറ്റ് എഫക്റ്റ് എല്ലാവർക്കും സംഭവിക്കും. അപ്പം എത്രത്തോളം അത് നമ്മൾ റിക്കവറി ആകുമെന്നുള്ളൊരു ടെൻഷൻ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ അത് റിക്കവറി ആവുകയും കുറേ എന്തായാലും ഇഞ്ചുറീസ് എല്ലാവർക്കും ഉണ്ട്. അപ്പം നമ്മൾ റിക്കവർ ചെയ്യണം. അപ്പം കുറേ കഷ്ടപ്പെട്ടു. അപ്പം എങ്ങനെ ആകും ഈ സീസണിൻ്റെ തുടക്കം തന്നെ ടെൻഷനാണ്. KCB ആയിട്ട് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഈ സന്തോഷ് ട്രോഫിയുടെ സമയത്ത് പറയുകയാണെങ്കിൽ സന്തോഷ് ട്രോഫി ആ ഒരു സമയത്ത് ഞങ്ങൾ ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തികച്ചും കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിയും ടീമിനെ കുറിച്ച് ഫുള്ള് യങ്സ്റ്റേഴ്സ് അടങ്ങിയ ഒരു ടീമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഫുൾ ഓൺ കളിക്കാൻ ഒരു ടീം യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പം സന്തോഷ് ട്രോഫി ഹാട്രിക് അടിക്കാൻ പറ്റി. ഭയങ്കര ഹാപ്പിയാണ്. ടോപ്പ് സ്കോർ ആവാൻ പറ്റി. ഒരുപാട് ആൾക്കാർ അറിഞ്ഞു ജോബിയെ.
ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ KCB വിന്നേഴ്സായി, KCB കപ്പടിക്കാൻ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. എല്ലാത്തിനും നന്ദി പറയുന്നു, ദൈവത്തിനോട് നന്ദി പറയുന്നു.